നമസ്തേ. ഒരു വശത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ കൃത്യമായി പതിച്ച ബ്രഹ്മോസ് മിസൈൽ, മറുവശത്ത് ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ കോടികൾ ചെലവഴിച്ച് വീണ്ടും പുനർനിർമ്മിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയിട്ടില്ലെന്ന സൂചനകളാണോ പുറത്തുവരുന്നത്? കറാച്ചിയിലെ ബൊലോരി വിമാനത്താവളത്തിൽ കോടികൾ വിലമതിക്കുന്ന എവേക്സ് വിമാനം തകർത്ത ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ ചൈനയും തുർക്കിയും പാകിസ്ഥാനിലേക്ക് സൈനിക സഹായവുമായി എത്തുന്നു. അതിനിടെ ഇന്ത്യ തകർത്ത ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ബഹാവൽപൂർ ആസ്ഥാനം വീണ്ടും ഉയർന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു രണ്ടാം ഓപ്പറേഷൻ സിന്ദൂറിന് കളമൊരുങ്ങുകയാണോ? വിശദമായ വാർത്തയിലേക്ക് പോകാം. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് പാകിസ്ഥാന്റെ കറാച്ചിയിലെ ബൊലോരി വിമാന ഷെഡ് തുളച്ച് 3000 കോടി വില വരുന്ന എവേക്സ് യുദ്ധവിമാനം ചാരമാക്കിയത് എയർ മാർഷൽ നാഗേഷ് കപൂർ. ബ്രഹ്മോസ് ബൊലോരി വിമാന ഷെഡിന്റെ മൂലം തുളച്ചു കയറിയതിന്റെ ചിത്രം ഇപ്പോഴും തന്റെ മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്നുവെന്നും നാഗേഷ് കപൂർ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അന്ന് 4 ബ്രഹ്മോസ് മിസൈലുകളാണ് ബൊലോരി വിമാന ഷെഡിന് നേരെ ഉപയോഗിച്ചത്. അതിൽ ഒരെണ്ണമാണ് ഷെഡിന്റെ മൂല തകർന്ന ഉള്ളിലേക്ക് കുതിച്ചത്. ഈ കുതിപ്പിൽ ആ ഷെഡിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന എവേക്സ് എന്ന നിരീക്ഷണ യുദ്ധവിമാനത്തെയാണ് ഭാരതം തകർത്തത്. പാകിസ്ഥാന് കനത്ത നഷ്ടം നൽകിയ ആക്രമണമായിരുന്നു ഇത്. സാബ് 2000 എവേക്സ് ആണ് നശിപ്പിച്ചത്. ഇതിന് 3000 കോടി രൂപയോളം വില വരും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ വലിയൊരു തെളിവായി മാറിയത് പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയിലെ ബൊലോരി വിമാന ഷെഡിനെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തതിന്റെ ഉപഗ്രഹ ചിത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് 5 ദിവസം മുൻപാണ് നാഗേഷ് കപൂർ സൗത്ത് വെസ്റ്റ് എയർ കമാൻഡ് ചീഫായി ചുമതലയേറ്റത്. ഈ സൗത്ത് എയർ കമാൻഡറാണ് കറാച്ചിയിലെ ബൊലാരി ആക്രമിക്കണമെന്ന് തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാന്റെ കൈവശമുള്ള സാബ് 2000 എവേക്സ് വിമാനം തകർക്കുക എന്നതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതു മുതൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും ഏകദേശം 314 കിലോമീറ്റർ അകലെ പാകിസ്ഥാന്റെ അവേക്സ് വിമാനം പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് തുടർച്ചയായി ഇന്ത്യയുടെ നീക്കങ്ങൾ പഠിക്കാനാണ് പറന്നുകൊണ്ടിരുന്നത്. ഇതിൽ EW ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം വരെ ഉണ്ടെന്ന് വ്യക്തമായിരുന്നു. ഇത് പക്ഷേ ഒരിക്കലും ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് 300 കിലോമീറ്ററിനുള്ളിലേക്ക് വന്നില്ല. എന്തായാലും ഇതിനെ വെടിവെച്ചിടണം എന്ന തീരുമാനമുണ്ടായി. മുകളിൽ നിന്നുള്ള ഉത്തരവ് കാത്തിരിക്കാൻ പറ്റില്ലായിരുന്നു. ഇത് ഒരു ഹൈ വാല്യൂ ഏരിയൽ അസറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇതോടെ അതിനെ വീഴ്ത്തണമെന്ന് തീരുമാനിച്ചു. സൗത്ത് എയർ കമാൻഡിൽ നിന്നുള്ള യുദ്ധവിമാനത്തിൽ നിന്നാണ് ബൊലാരി വിമാന ഷെഡിന് നേരെ ബ്രഹ്മോസ് അയച്ചത്. ബ്രഹ്മോസ് അയക്കാനുള്ള ഉത്തരവ് നൽകിയത് നാഗേഷ് കപൂർ എന്ന സൗത്ത് എയർ കമാൻഡ് മേധാവിയാണ്. EW അതായത് ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോം ഉള്ള യുദ്ധവിമാനമാണെന്ന് മനസ്സിലാക്കി. ബൊലാരിയിൽ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഹാങ്കറിലേക്കാണ് ബ്രഹ്മോസ് അയച്ചത്. അത് ബൊലാരി ഹാങ്കറിന്റെ ഒരു മൂലയെ തുളച്ച് ഉള്ളിൽ പതിക്കുകയായിരുന്നു. ആക്രമണം കിറുകൃത്യമായിരുന്നു. 3000 കോടി വിലയുള്ള സാബ് 2000 ഇനത്തിൽപ്പെട്ട ഒരു എവേക്സ് വിമാനമാണ് കത്തിയെറിഞ്ഞത്. ഇതോടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ലോക പ്രശസ്തമായി. അതേസമയം ഒരു രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങൊരുങ്ങി എന്നൊരു സംശയം ഉയരുന്നുണ്ട്. കാരണം ചൈനയും തുർക്കിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചതോടെയാണ് ഈ ആശങ്ക ശക്തമാകുന്നത്. തുർക്കിയുടെ C-130, ചൈനയുടെ A-400M എന്നീ സൈനിക ചരക്ക് വിമാനങ്ങളാണ് പാകിസ്ഥാനിലേക്ക് പറന്നത്. ഈ 2 ധാരാളം ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള സൈനിക വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ നൂർഖാൻ, മസ്രൂർ എന്ന വ്യോമ ബേസുകളിലേക്കാണ് തുർക്കിയുടെയും ചൈനയുടെയും ഈ സൈനിക ചരക്ക് വിമാനങ്ങൾ പറന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കമികാസെ ഡ്രോണുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയാണ് കൈമാറിയതെന്ന് രഹസ്യവിവരങ്ങൾ പുറത്തുവരുന്നു. പാകിസ്ഥാനിലേക്ക് ചൈനയുടെയും തുർക്കിയുടെയും സൈനിക വിമാനങ്ങൾ 60 മണിക്കൂർ നേരമാണ് പാകിസ്ഥാനിലെ ഈ 2 വ്യോമ ബേസുകളിലേക്ക് പറന്നത്. അതിനർത്ഥം കുറച്ചധികം ആയുധങ്ങൾ തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. ഒരു രണ്ടാം ഓപ്പറേഷൻ സിന്ദൂറിന് അരങ്ങൊരുങ്ങി എന്ന സംശയം കാരണം ചൈനയും തുർക്കിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചതോടെയാണ് ഈ ഒരു ആശങ്ക ശക്തമാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം തകർത്തു കളഞ്ഞ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ആസ്ഥാനം പുനർനിർമ്മിച്ചു. പാകിസ്ഥാൻ സർക്കാർ ഖജനാവിലെ പണം ചെലവിട്ടാണ് ഈ ഭീകര സ്ഥാനം നിർമ്മിച്ചിരിക്കുന്നത്. ഭീകരരെ സകല വിധത്തിലും സഹായിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുന്നില്ലെന്നും സിന്ദൂർ ഓപ്പറേഷൻ പോലുള്ള സംഭവങ്ങളിൽ നിന്ന് ആ രാജ്യം ഒന്നും പഠിക്കുന്നില്ലെന്നുമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് JM തങ്ങളുടെ കുപ്രസിദ്ധമായ മാർക്ക് സുബഹാനല്ല സമുച്ചയം പുനർനിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ട്. 2025 മെയ് മാസത്തിലെ ഓപ്പറേഷനിൽ ഭാരതം ലക്ഷ്യമിട്ടിരുന്ന ഈ കേന്ദ്രം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എത്തിയതായി കാണിക്കുന്ന ഒന്നിലധികം വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ താഴികക്കുടങ്ങളും അകത്തെ സെൻട്രൽ ഹാളും, പുതുതായി പ്ലാസ്റ്റർ ചെയ്ത ചുവരുകൾ, ആധുനിക പെയിന്റ് ഇറക്കുമതി ചെയ്ത
മാർബിൾ എന്നിവ ഉപയോഗിച്ച് നവീകരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന വീഡിയോകളും ചിത്രങ്ങളും ലഭ്യമായിട്ടുണ്ട്. US ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ ജെയ്ഷെ ഉപയോഗിച്ചിരുന്ന കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഭാരത സായുധ സേന വ്യാപകമായി കേടുവരുത്തി. വലുതും ആഴത്തിലുള്ളതുമായ ഗർത്തങ്ങളുമായി അവശേഷിച്ചു. എന്നിരുന്നാലും ഭാരതത്തിന്റെ ആക്രമണങ്ങൾക്ക് 15 മാസത്തിനു ശേഷമാണ് ഈ കേന്ദ്രം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായത്. ബഹാവൽപൂർ സമുച്ചയത്തിന് 11 കോടി ചെലവഴിച്ചുവെന്നാണ് കണക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജെയ്ഷെയ്ക്ക് പാകിസ്ഥാൻ ഏകദേശം 25 കോടി പാകിസ്ഥാൻ കറൻസി നൽകിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ഇതിൽ ഏകദേശം 11 കോടി ബഹാവൽപൂരിലെ മാക് സുബഹാനല്ല സമുച്ചയം പുനർനിർമ്മിക്കാൻ മാത്രമാണ് ചെലവഴിച്ചത്. കൂടാതെ കുപ്രസിദ്ധമായ പ്രബോധന കേന്ദ്രമായ മദ്രസ, അൽ സബീർ, ഭീകര കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് എന്നിവയുൾപ്പെടെയുള്ള കേടുപാടുകൾ സംഭവിച്ച സമീപ ഘടനകൾ സമുച്ചയം പുനർനിർമ്മിക്കുന്നതുമായി പൂർണ്ണമായും വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മസൂദ് അസ്ഹറിനെ അസുഖം കാരണം ജെയ്ഷെ നേതൃത്വം മാറ്റി നിർത്തുകയും ആസ്ഥാനത്തിന്റെ പ്രവർത്തന നിയന്ത്രണം അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ തൽഹ അൽ സൈഫിനും മൊഹിനുദ്ദീൻ ഔറംഗസേബിനും അമ്മർ അൽവി എന്ന മൊഹിനുദ്ദീൻ ഔറംഗസേബിനും കൈമാറുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. അസ്ഹറും സഹോദരൻ റൌഫ് അസ്ഗറും സിന്ധ് പ്രവിശ്യയിലെ നവാബ് ഷാ ജില്ലയിലാണെന്ന റിപ്പോർട്ടുണ്ട്. അവിടെ അവർക്ക് പാകിസ്ഥാൻ സർക്കാർ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ ആഴം ബലാരിയിലെ ബ്രഹ്മോസ് ആക്രമണം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും ഉയരുകയും പാകിസ്ഥാന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈനിക സഹായം എത്തുകയും ചെയ്യുന്നത് പുതിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതിർത്തിക്കപ്പുറത്ത് നടക്കുന്ന ഓരോ നീക്കവും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇത്. ഇത് വെറും ആയുധങ്ങളുടെ നീക്കമാണോ അതോ മറ്റൊരു ഏറ്റുമുട്ടലിന്റെ മുന്നൊരുക്കമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക. ഇത്തരം പ്രതിരോധ, ദേശീയ സുരക്ഷാ വാർത്തകൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.